സോ ബിഗ് ബോസ് മലയാളം സീസൺ 6 അപ്ഡേറ്റുകളിലേക്ക് പോകാം. അപ്പോൾ സീസൺ 6-ൽ ഈ ഒരു 10ാമത്തെ ആഴ്ച ഫാമിലി റൗണ്ട് തുടങ്ങുകയാണ്. ഇന്ന് ഈ ഒരു ആഴ്ച അവസാനത്തേക്ക് എത്തുമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. മുൻ വീഡിയോകളൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് മുതൽ ഫാമിലി വീട്ടിനുള്ളിലേക്ക് കയറുകയാണ്. നമ്മുടെ അൻസിബയുടെയും ഋഷിയുടെയും വീട്ടുകാരാണ് നമ്മുടെ ഹൗസിനുള്ളിലേക്ക് കയറിയതെന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഓൾറെഡി ഏഷ്യാനെറ്റ് ഇതിൻ്റെ പ്രൊമോയും കാര്യങ്ങളും ഒക്കെ ഇന്നലെ തന്നെ പുറത്തുവിട്ട് കഴിഞ്ഞു. എന്താണെങ്കിലും വളരെ മികച്ച ഒരു തീരുമാനം തന്നെയാണ് ഈ ഒരു അവസരത്തിൽ ഈ ഫാമിലി റൗണ്ട് നടത്തുന്നത്. കാരണം ഗെയിമിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ഒരു ഫാമിലി റൗണ്ട് എന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ ഒരു സീസണിലൊക്കെ അവസാന സമയത്തേക്കായിരുന്നു, ഏതാണ്ട് 86 ദിവസം അടുത്തെന്തോ ആയി ഫാമിലിയൊക്കെ വീടിനുള്ളിലേക്ക് കയറിയപ്പോൾ. പിന്നീട് പ്രത്യേകിച്ച് ഹൗസ് മേറ്റ്സിനാണെന്നുണ്ടെങ്കിലും ഈ പറയുന്നത് പോലെ നമുക്ക് ഗെയിമുകളൊന്നും പ്രത്യേകിച്ച് നടത്താൻ ബിഗ് ബോസിനും പ്ലാനുകളും കാര്യങ്ങളും ഒന്നുമില്ല, അതിനുള്ള സമയവുമില്ല. അവസാന ആഴ്ചയാണല്ലോ. എന്തായാലും ഈ ഒരു സമയത്ത് നടത്തി കഴിയുമ്പോൾ മറ്റ് ഭാഷകളിലാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ 70ാം ദിവസമൊക്കെയാണ് ഫാമിലി റൗണ്ടൊക്കെ നടത്തുന്നത്. അവരും കൂടെ കയറി വന്നു കഴിയുമ്പോൾ അതുവരെ നടന്ന പല കാര്യങ്ങളും ഇവർക്കും കൂടെ കുറച്ച് അറിവുകളൊക്കെ കിട്ടും. പറയരുതെന്ന് പറഞ്ഞാലും പല കാര്യങ്ങളും വീട്ടുകാരെത്തി കഴിയുമ്പോൾ അവരെ അറിയിക്കും. അപ്പം അതുവരെ കളിച്ചുകൊണ്ടിരുന്ന പല ഗെയിമുകളും ചെറിയ രീതിയിലെങ്കിലും മാറും. ഈ ഒരു സീസൺ 6നെ സംബന്ധിച്ച് നമുക്കറിയാം, പ്രത്യേകിച്ചൊന്നും മാറാനും കാര്യങ്ങളും ഒന്നുമില്ല. അത്യാവശ്യം വേണ്ട റിപ്പോർട്ടുകളൊക്കെ അതിനുള്ളിൽ തന്നെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വൈൽഡ് കാർഡായിട്ട് എത്തിയും അങ്ങനെയും പല രീതിയിലും ഗസ്റ്റുകളൊക്കെ ആയിട്ടും പല കണ്ടസ്റ്റൻസും കാര്യങ്ങളൊക്കെ അറിഞ്ഞു. പിന്നെ ബിഗ് ബോസിന് താല്പര്യമുള്ള കണ്ടസ്റ്റൻസിനെ ആ രീതിയിലും സംരക്ഷിക്കുന്നുണ്ട്. അതിനാൽ തന്നെ പ്രത്യേകിച്ച് ടെസ്റ്റുകളും കാര്യങ്ങളും ഒന്നും വരാനില്ല. എന്നാൽ പോലും വീട്ടുകാരും കൂടി എത്തിക്കഴിയുമ്പോൾ അവരുടെ ഡിസിഷൻസും അതുപോലെ തന്നെ അവരുടെ പ്രകടനങ്ങളിൽ ഒരു വിലയിരുത്തൽ നടത്തുമ്പോൾ ചില കണ്ടസ്റ്റൻസ് ഒക്കെ ഒന്ന് മാറിയേക്കാം, മാറി ചിന്തിച്ചേക്കാം, ചെറിയ രീതിയിലെങ്കിലും ഗെയിമുകൾക്കൊന്ന് മാറ്റം വരുത്തിയേക്കാം. അപ്പം വോട്ടുകൾക്കും അതുപോലെ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ഈ ഒരു സീസൺ 6-ൽ ഒരു പ്രത്യേകിച്ച് ഒരു ഫാൻ ബേസോ അല്ലെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു കണ്ടസ്റ്റൻറ്റിനെ പ്രേക്ഷകരെല്ലാം എന്താ പറയുക നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നുമില്ല. ചില കണ്ടസ്റ്റൻസിനെ മാത്രം, വിരലിലെണ്ണാവുന്ന ചില കണ്ടസ്റ്റൻസിനെ മാത്രം നമുക്ക് എടുത്തു പറയാനുള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു മികച്ച പ്ലെയർ എന്നൊന്നും പറയാൻ ഈ ഒരു സീസണിലില്ല. അതുകൊണ്ട് തന്നെ ഏത് നിമിഷം വേണമെന്നുണ്ടെങ്കിലും എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു ഗെയിം ചേഞ്ച് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് മാറി മറിയാം. അപ്പോൾ ഈ ഒരു 70ാമത്തെ ദിവസം അടുക്കാറാകുമ്പോൾ നമ്മുടെ ഫാമിലി റൗണ്ട് നടത്തുക എന്ന് പറയുമ്പോൾ ഒരാഴ്ച കൊണ്ട് മൊത്തത്തിൽ ചെറിയ രീതിയിലെങ്കിലും ഗെയിമിനെ ഒന്ന് മാറ്റിമറിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ബിഗ് ബോസിന് ഇതിനകത്ത് എന്താണ് പ്ലാൻ എന്നതിനെക്കുറിച്ചൊന്നും വ്യക്തമല്ല. മലയാളം ബിഗ് ബോസ് ആകുമ്പോൾ മൊത്തത്തിൽ ദുരൂഹതകൾ തന്നെയാകും. അവർക്ക് താല്പര്യം നടത്തുക എന്നത് മാത്രമാണ് ഈ ഒരു റൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ കയറ്റി വിടുന്നത് കൊണ്ട് പലർക്കും ഗുണം ചെയ്യും, പലർക്കും അത് എന്താ പറയുക ദോഷവും ചെയ്യും. എന്നിരുന്നാൽ പോലും നമുക്ക് കാണാം ഈ ഒരു ഫാമിലി റൗണ്ട് വന്നു കഴിയുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും നടക്കുന്നതെന്ന്. എന്തായാലും എനിക്ക് ഈ ഒരു സീസണിൽ പ്രത്യേകിച്ച് ആരുടെയും ഫാമിലി വരണമെന്നോ ഫാമിലിയെ കാണണമെന്നോ ഒന്നും വലിയ താല്പര്യങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അതുപോലെ തന്നെയായിരിക്കും നല്ലൊരു ശതമാനം പ്രേക്ഷകരും. കാരണം പ്രത്യേകിച്ച് ഒരു കണ്ടസ്റ്റൻറ്റുമായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു സീസൺ 6-ലെ കണ്ടസ്റ്റൻസുമായിട്ടും നല്ലൊരു ശതമാനം പ്രേക്ഷകർക്കും പ്രത്യേകിച്ച് അറ്റാച്ച്മെൻറ്റോ അടുപ്പങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഫാമിലി വരുവാണെങ്കിൽ വരട്ടെ, എന്താണ് നടക്കുന്നത് നോക്കാം, അത്രമാത്രം. അപ്പം കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.